ഹായ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിരുന്നേക്കുവാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. ഓണം അടിച്ച് പൊളിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഓണമൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ എനിക്ക് അതിന് എടുക്കാനുള്ള ഒരു സാധനം കിട്ടിയില്ല. ഭയങ്കര എല്ലാവരും വന്ന് അതിലായിപ്പോയി. പക്ഷേ അത് ഞാൻ മിസ് ചെയ്തു. ഓഫ് കോഴ്സ് ഞാൻ മിസ് ചെയ്തു. അതൊന്നും എനിക്ക് തന്നെ എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും ഉണ്ട്. അതൊക്കെ എടുത്താൽ നല്ലതായിരുന്നു. അന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഇച്ചിരിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതിനോട് അതങ്ങ് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇതെല്ലാം ഓണത്തിന് വിഷുവിനൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കലുണ്ട്. പക്ഷേങ്കിൽ നമ്മളതിനൊക്കെ എല്ലാം എൻ്റെ എല്ലാം ഇതിന് മുന്നെടുത്ത ഒരു ഫോട്ടോസും ഇല്ല. പക്ഷേ എന്തായാലും ഉണ്ടാ പണ്ടെല്ലാം എടുത്ത ഫോട്ടോസ് എല്ലാം പോയി. ദിസ് ഈസ് അക്ഷയേട്ടൻ. അത് വരുന്നത് ഉത്രാടത്തിന് നമുക്ക് അപ്പുറത്തായിരുന്നു മൂത്തച്ഛൻ്റെ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ മൂത്തച്ഛൻ്റെ വീട്. അപ്പം ഞങ്ങൾ അധികം അങ്ങനെയാണ് ആഘോഷിക്കാറ്. ഉത്രാടത്തിന് അവിടെയായിരിക്കും നമുക്ക് ഭക്ഷണമൊക്കെ. തിരുവോണത്തിന് എൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ തിരുവോണത്തിനാണ് ബാക്കി കുറേ റിലേറ്റീവ്സൊക്കെ വന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഇന്നത്തെ നമ്മുടെ ഫുഡ് അപ്പുറത്തുനിന്നാണ്. എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ആദർശേട്ടൻ, എൻ്റെ കസിനുണ്ട്, ആദർശേട്ടൻ്റെ അടുത്താണ്. എല്ലാവരും ഇവിടെയാണ് ഉള്ളത്. നമ്മളെല്ലാവരും പോകും ഇനി അങ്ങോട്ടേക്ക്. അവിടെ പോയി നിൽക്കും. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് നമ്മളൊരു 3 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മണി ആയതുകൊണ്ട് നമ്മൾ തലേദിവസം പോയി നിൽക്കുവാണ്. കണ്ണൂരോട്ട് ഫ്ലൈറ്റ് കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ബാംഗ്ലൂരൊക്കെ എടുക്കുന്നതാണ് എനിക്ക് എറണാകുളത്ത് എടുക്കുന്നതിനേക്കാൾ സുഖം. അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരോട്ട് എടുത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് പോക്കാണ്. ഏതേലും ഒരു റീ റിലീസിങ് പടത്തിനും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ റീ റിലീസിങ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം കണ്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഹൃദയപൂർവ്വം പേര് പോലെ തന്നെ ഭയങ്കര ഒരു സ്മൂത്ത് ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. എത്ര ആൾക്കാർക്ക് ഇഷ്ടമായി എന്നൊന്നും എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരാഗ്രഹം നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കല്യാണത്തിനും കൂടെ പോകണം എന്നുണ്ടായിരുന്നു. കല്യാണം എന്നുള്ള ആഗ്രഹം നടന്നില്ല. ഞാൻ വരുമ്പം ആരുടെയും കല്യാണം ഉണ്ടായിട്ടില്ലായിരുന്നു. സാരമില്ല, അത് നമുക്ക് ഇനി അടുത്ത വട്ടം വരുമ്പോൾ നോക്കാം. പിന്നെ ഇതിപ്പം പെട്ടെന്ന് വന്നതായിരുന്നു. പെട്ടെന്ന് ഒന്നൊരു ലീവ് കിട്ടി. അതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഇനിയിപ്പോൾ പോയി നേരെ ക്ലാസ്സാണ്. അപ്പം ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. ഫുഡ് ഇഷ്ടായിനാ? ഇഷ്ടം ഏറ്റവും കൂടുതൽ അച്ചാറ്. നമ്മൾ രണ്ടും സെയിം ടു സെയിം. മാങ്ങ മുളക് അച്ചാറ്. ഒരാളുടെ പിണങ്ങി. എന്തിനാ പിണങ്ങുന്നേ? ഷമ്മി. ഹായ് ഷമ്മി, ഹൗ ആർ യു? ചിരിക്കുന്ന മിണ്ടൂല. നമ്മൾ ഫ്രണ്ട്സായി അല്ലേ? പോയിട്ട് വരാം. അതെ, സന്തോഷത്തോടെ മോള് ആഴ്ന്നു നിന്നു. അതെ, ഇടക്ക് അമ്മമ്മേനെ കാണുകയും വേണം, വിളിക്കുകയും വേണം. ഈ മുടിയാണ് എനിക്ക് കിട്ടിയ മുടി. അതുകൊണ്ട് അമ്മമ്മക്ക് എന്താ പറയാനുണ്ടോ ഈ മുടിനെ പറ്റിട്ട്? ഒന്നും പറയില്ല, നല്ല മുടി. ഞാൻ അത് പറയൂല. ബൈ ബൈ ബൈ. ജർമ്മനിക്കാണോ?
മണിക്ക് എത്തും. നമ്മൾ 6 മണിക്കാ, 5:30 കഴിയും. 5:45 6 മണിയിലാകുമ്പോഴത്തേനും നമ്മളവിടെ എത്തും. 5:30 എത്തും. 3 മണിക്കൂർ മുന്നേ നമ്മളെത്തും. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഗേറ്റിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാൽ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. എന്തേലും പറഞ്ഞോ? മോള് തിരിച്ചു വന്നല്ലേ? കരയുന്നുണ്ടോ? നമ്മൾ കരയാണ്ട് വേണം പോകാൻ. ബൈ. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടെ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം. ഓൾറെഡി 7 മണി ആയി. ഞാൻ ആദ്യം ലോഞ്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെ എന്തായാലും 7:25 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ എനിക്കറിയില്ല ലോഞ്ചിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് അത് എടുക്കും. എനിക്ക് ജർമ്മൻ ക്രെഡിറ്റ് കാർഡാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ ക്രെഡിറ്റ് കാർഡും എടുക്കൂല എന്ന് തോന്നുന്നു. ചത്ത് ഇവിടെ ഒരാളായിട്ട് ഉറക്കം വന്ന് ചത്ത്. ഒരാൾ വേറെ